മോട്ടോർ വാഹന വകുപ്പിലെ സ്ഥലം മാറ്റത്തിന് കൈക്കൂലി വാങ്ങുന്നതായി വെളിപ്പെടുത്തൽ. ഇത് സംബന്ധിച്ച ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ശബ്ദ സന്ദേശം മീഡിയ വണ്ണിന് ലഭിച്ചു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 29-ന് അന്നത്തെ ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഷാജി മാധവൻ മറ്റൊരു ഉദ്യോഗസ്ഥന് അയച്ചതാണ് സന്ദേശം. ട്രാൻസ്ഫറുകൾ പെയ്ഡ് സർവീസ് എന്ന് ശബ്ദ സന്ദേശത്തിൽ ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറയുന്നു. സ്വകാര്യ ബസിന് പെർമിറ്റ് പുതുക്കി നൽകാൻ എറണാകുളം RTO കൈക്കൂലി ആവശ്യപ്പെട്ട വാർത്ത എല്ലാവരും കണ്ടതാണ്. എന്നാൽ മോട്ടോർ വാഹന വകുപ്പിലെ അഴിമതി ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല. സ്ഥലം മാറ്റം സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ വിളിച്ച ഒരു ഉദ്യോഗസ്ഥനോടാണ് അന്ന് ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്ന ഷാജി മാധവന്റെ വെളിപ്പെടുത്തൽ. ട്രാൻസ്ഫറുകൾ പെയ്ഡ് സർവീസാണ്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, മിനിസ്റ്റീരിയൽ സ്റ്റാഫ് എന്നിവരുടെ സ്ഥലം മാറ്റ ഉത്തരവ് കൈക്കൂലി വാങ്ങാനായി മനഃപൂർവ്വം തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും ഷാജി മാധവൻ പറയുന്നു. ഇപ്പം നടന്ന ട്രാൻസ്ഫർ മുഴുവൻ പെയ്ഡ് സർവീസാണ്. അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അനുകൂലമല്ല എന്ന് കണ്ടതുകൊണ്ട് അദ്ദേഹത്തെ പോച്ച് അടിച്ചു. ഈ അഴിമതിക്ക് തടയിടണമെന്നും ഷാജി മാധവൻ ശബ്ദ സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അങ്ങനെയാണ്, പെയ്ഡ് സർവീസാണ് നടക്കുന്നത്. അതാണ് തടയിടേണ്ടത്. ഇതിനകത്ത് ബാക്കി താഴോട്ടുള്ള GMBമാർ, AMBമാർ, മറ്റേ മിനിസ്റ്റീരിയൽ സ്റ്റാഫിൻ്റെയൊക്കെ ട്രാൻസ്ഫർ ഓർഡർ അവിടെ ചവിട്ടിപ്പിടിച്ച് വെച്ചിരിക്കുകയാണ്. നവംബറിൽ ഷാജി മാധവൻ വിരമിച്ചു. ട്രാൻസ്ഫർ കേന്ദ്രീകരിച്ച് നടക്കുന്ന അഴിമതിയിലും സർക്കാർ അന്വേഷണം നടത്തണമെന്നാണ് ഒരു വിഭാഗം MVD ഉദ്യോഗസ്ഥരുടെ ആവശ്യം. RB സനു, മീഡിയ 1, തിരുവനന്തപുരം.